തൊഴിലുറപ്പ് ആന്റിമാർ ട്രിപ്പ് വന്നിരിക്കുകയാണ്. അതെ, ഞാൻ എൻ്റെ അമ്മമാരുടെ കൂടെ ട്രിപ്പ് വന്നു കേട്ടോ. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. വാഗമണ്ണിലേക്കായിരുന്നു കേട്ടോ. 4:30 തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞങ്ങളത് ഇവിടെ വന്നിട്ട് കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറേ കാറ്റൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ നേരെ ട്രക്കിങ്ങിന് പോയി കേട്ടോ. തൊഴിലുറപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പുച്ഛമാണ്. അങ്ങനെ പറയുന്നവർ ശരിക്കും കുശുമ്പ് കൊണ്ട് പറയുന്നതാണ്. അവർക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കി, ഫോണൊന്നും എടുക്കാതെ ഒരു പറമ്പിൽ ഇത്രയും വൈബുള്ള മനുഷ്യന്മാരെല്ലാവരും കൂടി ഇരിക്കുന്നത് എത്രത്തോളം അടിപൊളിയായിരിക്കുമെന്ന്. അതുപോലെ തന്നെ അവരെല്ലാവരും കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് അത് അതിലും അടിപൊളി. നമ്മളൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമെങ്കിലും ഒന്നും നടത്തിയെടുക്കത്തില്ല. പക്ഷേ ഇവർ ഒന്നും പറയാനില്ല, സൂപ്പർ. ഇവർക്ക് ഇനിയും ഇതുപോലെ തന്നെ ട്രിപ്പ് പോകാനായിട്ട് സാധിക്കട്ടെ അല്ലേ. പ്രായഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്തൊരു ട്രിപ്പും കൂടിയായിരുന്നു കേട്ടോ ഇത്. ആരും നടുവേദനയാണ് മുട്ടുവേദനയാണെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആരും അനങ്ങാതൊന്നും ഇരുന്നില്ല. എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ ഒരു തുരങ്കത്തിനകത്തോട്ടാണ് പോയത്. പിള്ളേരായിട്ട് ഞാൻ മാത്രമല്ല കേട്ടോ, വേറൊരു ആൻറ്റിയുടെ മോളും കൂടെ ഉണ്ടായിരുന്നേ. ഇത്രയും തിരക്കിനിടയിലും ഇതുപോലെ സന്തോഷം കണ്ടെത്തുന്ന ഇവരല്ലേ അടിപൊളി. കഴിഞ്ഞ കൊല്ലം ഇവർ ഇതുപോലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത കൊല്ലം പോകുന്നതാണ് പറഞ്ഞത്. അടുത്ത കൊല്ലം പോകണം എന്തായാലും ഞാൻ ഇവരുടെ കൂടെ പോകും. അതുപോലെ അടിപൊളിയായിരുന്നു. നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ അവർ തന്നെ കുറേ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കും. അതുപോലെ കൊണ്ട് കാണിച്ചായിരുന്നത് ഈ ഒരു സ്ഥലം. അത് കഴിഞ്ഞൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിരുന്ന കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ ഫോണിൽ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഈ ഒരു പരുന്തുംപാറയിൽ വന്നിട്ട് ഇവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും അടിച്ചു പൊളിച്ചിട്ട് വൈകുന്നേരം ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചത്.